ഗാസയ്ക്കുള്ളിൽ വലിയ സുരക്ഷാ മേഖലകൾ ഒരുക്കാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ. 18 മാസമായി നീളുന്ന യുദ്ധത്തിലെ ഒരു നിർണായകമായ സമയത്ത് US അംബാസഡർ മൈക്ക് ഹക്കബിയുടെ സന്ദർശനവും ശ്രദ്ധേയമാകുന്നു. ജെറുസലേമിലെ പഴയ നഗരത്തിലെ ഏറ്റവും വിശുദ്ധമായ ജൂത പ്രാർത്ഥനാ സ്ഥലമായ വെസ്റ്റേൺ വാൾ ഇവിടെ വെള്ളിയാഴ്ച US അംബാസഡർ മൈക്ക് ഹക്കബി സന്ദർശിച്ചു. അദ്ദേഹം അവിടുത്തെ ചുമരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈകൊണ്ട് എഴുതിയ ഒരു പ്രാർത്ഥന തിരികെ വെച്ചു. അംബാസഡർ എന്ന നിലയിൽ തന്റെ ആദ്യ പ്രവൃത്തിയിൽ ജെറുസലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ട്രംപ് തന്നോട് പറഞ്ഞതായും ഹക്കബി പറഞ്ഞു. ഹമാസ് തടവിലാക്കിയ ബാക്കിയുള്ള ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നും ഹക്കബി പറയുന്നു. വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കാനും പലസ്തീൻ ജനതയെ ഇസ്രയേലിൽ ഉൾപ്പെടുത്താനുമുള്ള ഇസ്രയേലിന്റെ അവകാശത്തെ പിന്തുണച്ചിരുന്നതായി ഒരു കാലത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഹക്കബി സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ആ നയം നടപ്പിലാക്കുന്നത് തന്റെ പ്രത്യേക അവകാശമായിരിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഗാസയിൽ യുദ്ധത്തിന് ശേഷം ആചരിക്കുന്ന രണ്ടാമത്തെ ദുഃഖവെള്ളിയായിരുന്നു ഈ കഴിഞ്ഞ ദുഃഖവെള്ളി. ദുഃഖവെള്ളി അവധി ആഘോഷിക്കാൻ പലസ്തീൻ ക്രിസ്ത്യാനികൾ ഗാസയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ സെന്റ് പോർഫ്രിയോസിൽ ഒത്തുകൂടി. യേശുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ചുകൊണ്ട് കറുത്ത വസ്ത്രം ധരിച്ച ആരാധകർ തലകുനിച്ച് പ്രാർത്ഥന നടത്തി. നേർച്ച മെഴുകുതിരികൾ കത്തിച്ചു. 2023 ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ സെന്റ് പോർഫ്രിയോസ് കോമ്പൗണ്ടിലെ ഒരു കെട്ടിടത്തിൽ ആക്രമണമുണ്ടായിരുന്നു. അവിടെ അഭയം തേടിയിരുന്ന 1 ഡസനിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഗാസയിൽ ആഘോഷിക്കുന്ന രണ്ടാമത്തെ ദുഃഖവെള്ളി ായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ദുഃഖവെള്ളി. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മൂന്നാമത്തെ പള്ളിയാണ് സെന്റ് പോർഫിറിയോസ് എന്നും വിശ്വാസമുണ്ട്. തന്റെ ആദ്യ ഭരണകാലത്ത് പലസ്തീൻ എതിർപ്പുകൾ മറികടന്ന് ട്രംപ് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിക്കുകയും US എംബസി ടെല്ലവീവിൽ നിന്ന് മാറ്റുകയും ചെയ്തു. 1967 മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത നഗരത്തിന്റെ കിഴക്കൻ ഭാഗമാണ് പലസ്തീനികൾ ഭാവി തലസ്ഥാനമായി ആഗ്രഹിക്കുന്നത്. 18 മാസത്തെ യുദ്ധത്തിലെ അതിനിർണായകമായ ഒരു സമയത്താണ് ഹക്കബിയുടെ വരവ്. US ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥർ തകർന്ന വെടിനിർത്തൽ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പുതിയ വെടിനിർത്തൽ ആരംഭിക്കുമ്പോൾ ഹമാസ് കൂടുതൽ സൈനികരെ വിട്ടയക്കണമെന്നും ഒടുവിൽ നിരായുധീകരണം നടത്തി പ്രദേശം വിടാൻ സമ്മതിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നുണ്ട്. ഗാസയ്ക്കുള്ളിൽ വലിയ സുരക്ഷാ മേഖലകൾ കൈവശപ്പെടുത്താൻ പദ്ധതിയിടുന്നു എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. ഹമാസിനെതിരായ കേന്ദ്ര സമ്മർദ്ദ തന്ത്രങ്ങളിൽ ഒന്നാണ് ഉപരോധമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നു. ഭരണം നിലനിർത്താൻ ഇസ്രായേൽ സഹായം പിൻവലിക്കുന്നു എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. സഹായത്തിന് കാര്യമായ രസമില്ല എന്ന് തൊഴിലാളികൾ നിഷേധിക്കുന്നു. ഐക്യരാഷ്ട്രസഭ വിതരണത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്ന് പറയുന്നു. അവകാശ സംഘടനകൾ ഇതിനെ പട്ടിണി തന്ത്രം എന്നാണ് വിളിക്കുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഗാസയിൽ ഏകദേശം 1300 ക്രിസ്ത്യാനികളാണ് ഉണ്ടായിരുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ തെക്കൻ ഇസ്രായേലിനെ ആക്രമിച്ചതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഏകദേശം 1200 പേർ കൊല്ലപ്പെട്ടു. കൂടുതലും സാധാരണക്കാർ ആയിരുന്നു. 251ഓളം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ബന്ദികളിൽ ഭൂരിഭാഗവും വെടിനിർത്തൽ കരാറുകളിലോ മറ്റു കരാറുകളിലോ മോചിപ്പിക്കപ്പെട്ടു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 51,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. സാധാരണക്കാരെയും പോരാളികളെയും വേർതിരിക്കുന്നില്ല. ഗാസയുടെ വിശാലമായ ഭാഗങ്ങളും അതിന്റെ ഭക്ഷ്യ ഉൽപാദന ശേഷിയും യുദ്ധം നശിപ്പിച്ചു. യുദ്ധം ജനസംഖ്യയുടെ 90% പേരെയും മാറ്റിപ്പാർപ്പിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ടെന്റ് ക്യാമ്പുകളിലും ബോംബാക്രമണം മൂലം തകർന്ന കെട്ടിടങ്ങളിലുമാണ് താമസിക്കുന്നത്. വെള്ളിയാഴ്ച ഗാസയിലുടനീളം ഇസ്രായേലി വ്യോമാക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 25 പേർ കൊല്ലപ്പെട്ടതായി ആശുപത്രി ജീവനക്കാർ പറയുന്നു. ഇസ്രായേലിലേക്കുള്ള പുതിയ US അംബാസഡർ ജെറുസലേമിൽ ആദ്യമായി പൊതുദർശനം നടത്തിയപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. തെക്കൻ നഗരമായ ഖാൻ യൂനിസിൽ നടന്ന 3 ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 15 പേരും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. മൃതദേഹങ്ങൾ സ്വീകരിച്ച നാസർ ആശുപത്രി നൽകിയ വിവരം ഇങ്ങനെയാണ്: ജബാലിയിൽ 10 പേർ കൊല്ലപ്പെട്ടു. അതിൽ 8 പേർ ഒരേ വീട്ടിൽ നിന്നുള്ളവരാണ് എന്ന് മൃതദേഹങ്ങൾ കൊണ്ടുവന്ന ഇന്തോനേഷ്യൻ ആശുപത്രി വെളിപ്പെടുത്തുന്നു. 2023 ഒക്ടോബറിൽ ഹമാസിനെ ബന്ദികളാക്കാനും ബന്ദികളെ തിരിച്ചയക്കാനും ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഗാസയിൽ 2 ഡസനിലധികം ആളുകൾ മരിച്ചതിന് ഒരു ദിവസത്തിന് ശേഷമാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.